السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് ധിക്കാരങ്ങൾ അതല്ലെങ്കിൽ ഒരുപാട് തിന്മകൾ പ്രവർത്തിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികൾക്കും തിന്മകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെല്ലാം ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്നും തിന്മകൾ സംഭവിക്കുന്നുണ്ടോ, അപ്പോൾ എങ്ങനെയാണ് അവൻ തന്നിൽ നിന്ന് സംഭവിച്ചതായ തിന്മയെ നോക്കിക്കാണുന്നത് എന്ന് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു വാചകം കാണാം. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ തിന്മയെ അവൻ നോക്കിക്കാണുന്നത് ഏതുപോലെയാണ്? കഅന്നഹു ഫി അസ്ലി ജബലിൻ, അവനൊരു വലിയ പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ്. എന്താണ് ആ പർവ്വതത്തിൻ്റെ പ്രത്യേകത? യഖാഫു അൻ യഖഅ അലൈഹി, അവൻ്റെ മേലിലേക്ക് പതിക്കാനിരിക്കുന്നതായ, അതായത് അതിൻ്റെ അന്ത്യം സംഭവിക്കാനായിട്ടുണ്ട്. ആ പർവ്വതം ഏത് നിമിഷവും തൻ്റെ മുകളിലേക്ക് ചെന്ന് വീഴും എന്ന രൂപത്തിൽ ഇരിക്കുന്നവനെ പോലെയാണ് തൻ്റെ തിന്മകളെ അവൻ നോക്കിക്കാണുക എന്നാണ് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ ഒരു പർവ്വതത്തിൻ്റെ ഒരു കല്ല് നമ്മളെ തലയിലേക്ക് വീഴുമെന്നാണെങ്കിൽ എത്രത്തോളം ജാഗ്രതയോടുകൂടിയും എത്രത്തോളം പ്രയാസത്തോടു കൂടിയായിരിക്കും നമ്മൾ ഇരിക്കുക. എന്നാൽ ഒരു പർവ്വതം തന്നെ തൻ്റെ മുകളിലേക്ക് പതിക്കാനിരിക്കുന്ന രൂപത്തിലാണ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകളെ അവൻ നോക്കിക്കാണുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ ഒരു രൂപത്തിലാണോ, അതല്ല നമ്മളതൊക്കെ ഒരു തഹാവുൽ കാണിച്ച് ഒരു തസാഹുൽ കാണിച്ച് അതൊന്നും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലേക്ക് എടുക്കാതെ ആ രൂപത്തിലാണോ നമ്മളതിനൊക്കെ നോക്കിക്കാണുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫിഹി ഖാല ബിഹി ഹകദ ഫതാറ. ഒരു ഫാജിറായ മനുഷ്യൻ അയാളുടെ തിന്മകളെ നോക്കിക്കാണുന്നത് അയാളുടെ മൂക്കിൻ്റെ അറ്റത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈച്ച വന്നിരുന്നു കഴിഞ്ഞാൽ എത്ര ലാഘവത്തോടു കൂടിയായിരിക്കും നമ്മളതിനെ ആട്ടിപ്പറഞ്ഞേക്കാം. നമ്മൾ കൈകൊണ്ട് വെറുതെ ഒരു ഇഷാറ ഒരു ഇത് കാണിക്കും, അപ്പോൾ അത് പറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അത് പറന്നുപോയി അതിനെന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമോ? ഒന്നും ചിന്തിക്കൂല. ഈ രൂപത്തിലായിരിക്കും ഒരു ഫാജിറായ ഒരു മനുഷ്യൻ, ഒരു തെമ്മാടിയായ ഒരു മനുഷ്യൻ അവൻ്റെ തിന്മകളെ അവൻ നോക്കിക്കാണും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു മുഅ്മിൻ അവൻ്റെ തിന്മയെ നോക്കിക്കാണുന്നത് പോലെയാണോ, അതല്ല ഒരു ഫാജിർ അവൻ്റെ തിന്മയെ നോക്കിക്കാണുന്നത് പോലെയാണോ നമ്മുടെ ഓരോ തിന്മകളെയും നമ്മൾ നോക്കിക്കാണുന്നത്? അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മളതിനൊക്കെ നോക്കിക്കാണുന്നത് ഏത് രൂപത്തിലാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മുൻഗാമികളായ സച്ചരിതരായ സലഫുകൾ പറയാറുണ്ട്, ലാ തൻദുർ ഇലാ സിഗ്രി ദംബി, നീ ചെയ്ത തിന്മയുടെ ചെറുപ്പത്തിലേക്ക്, നീ ചെയ്ത ചെറിയ തിന്മയിലേക്കല്ല നീ നോക്കേണ്ടത്, വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത, ആരോടാണ് നീ തിന്മ ചെയ്തത് അവൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്. എത്ര ചെറിയ തിന്മ ചെയ്തു എന്നല്ല, മറിച്ച് ഏതൊരാളോടാണ് ഈ ഒരു തിന്മ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത്, നീ നോക്കേണ്ടത് എന്നൊക്കെ മുൻഗാമികളായ സച്ചരിതരായ സലഫുകൾ പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് തിന്മ സംഭവിക്കില്ല എന്നല്ല, പക്ഷേ ആ തിന്മയൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാനും അതുപോലെ തന്നെ അവനിലേക്ക് തൗബ ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.